Hi friends, welcome to Pratapjit. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു ചെറിയ ടെക് അപ്ഡേറ്റ് ആണ്. വിവോയുടെ V19 എന്ന ഫോണിനെ കുറിച്ച്. ഈ ഒരു ഫോണിലേക്ക് വരുമ്പോൾ ഇതൊരു ഓഫ്ലൈൻ പ്രോഡക്റ്റ് ആണെന്ന് നമുക്കറിയാം. കംപ്ലീറ്റ് ഓൺലൈൻ ഈ റെഡ്മി റിയൽമി ഒക്കെ ആയിട്ട് കോമ്പീറ്റ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് അല്ല. നമുക്ക് ഷോപ്പിൽ പോയിട്ട് നോർമലി ഏതൊരു ഫോണും വാങ്ങിക്കുന്ന പോലെ വാങ്ങിക്കാവുന്ന ഒരു ഫോണാണ് വിവോയുടെ V സീരീസ് ഫോണുകൾ. അതിലേറ്റവും പുതിയ വെർഷനാണ് വിവോ V90. ഈ ഒരു ഫോണിലേക്ക് വരുമ്പോൾ ജസ്റ്റ് നമ്മളൊന്ന് കമ്പയർ ചെയ്തൊക്കെ ചിന്തിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ വെച്ചത് എങ്ങനെയുണ്ട്, ഒരു നല്ല വെർത്തായ ഫോൺ തന്നെയാണോ എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ആദ്യമായിട്ട് നമുക്ക് ഈ ഒരു ഫോണിൻ്റെ ഡിസൈനും കാര്യങ്ങളും തന്നെ നോക്കാം. ഫ്രണ്ടിൽ ഡുവൽ പഞ്ച്-ഹോൾ ക്യാമറ സെറ്റപ്പ് ഒക്കെ ആയിട്ട് ഫ്രണ്ട് ഏറ്റവും ട്രെൻഡി ആയ ലുക്കിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. AMOLED ഡിസ്പ്ലേ, സൂപ്പർ AMOLED ഡിസ്പ്ലേ തന്നെയുണ്ട്. 6.5 ഇഞ്ച് വരുന്ന സൂപ്പർ AMOLED ഡിസ്പ്ലേ, ഗൊറില്ല ഗ്ലാസിൻ്റെ പ്രൊട്ടക്ഷനൊക്കെ അടക്കം നല്ല സ്റ്റൈലിഷ് ലുക്കിൽ തന്നെ പവർഫുൾ ആയ ഒരു ഡിസ്പ്ലേ, നല്ല ക്വാളിറ്റിയുള്ള ഡിസ്പ്ലേ. റിയർ സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അതേപോലെ തന്നെ ഗൊറില്ല ഗ്ലാസ് പ്രൊട്ടക്ഷനോട് കൂടിയ ഒരു നല്ല പ്രീമിയം ലുക്കുള്ള ഒരു ഡിസൈനാണ്. ക്യാമറ ബമ്പും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പല ഹൈ എൻഡ് ഫോണുകൾ ഓർമ്മ വരുന്ന തരത്തിലാണ് ഇതിൻ്റെ ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ. സോ ഡിസൈൻ വൈസ് നല്ല ഒരു ലുക്കുള്ള ഫോണാണ്. ഇതിൻ്റെ തിക്നെസ് നോക്കിയാൽ 8.5 mm ആണ്. വലിയൊരു തിക്നെസ് കൂടിയ ഒരു ഫോണെന്ന് പറയാനില്ല. വെയിറ്റ് നോക്കിയാൽ 186 ഗ്രാമാണ്. ഒരു ഹെവി വെയിറ്റ് എന്നൊന്നും പറയാനില്ല. എന്നാൽ ലൈറ്റ് വെയിറ്റും അല്ല, പക്ഷെ ഒരു മീഡിയം റേഞ്ചിൽ നിൽക്കുന്ന ഒരു ബാലൻസ്ഡ് ആയ വെയിറ്റ് ഉള്ള ഒരു ഫോണാണെന്ന് പറയാം. സോ ഓവർ വെയിറ്റും കാര്യമില്ലാത്ത നല്ല ഡിസൈനും നല്ല ഗുഡ് ഡിസ്പ്ലേ ക്വാളിറ്റിയും ഒക്കെയുള്ള ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ അടക്കമുള്ള ഒരു ഫോണാണ് വിവോയുടെ V19. സോ ലുക്ക് വൈസ് ഇനി അവിടെ ഒന്നും തന്നെ പറയാനില്ല, എല്ലാം പെർഫെക്റ്റ് ആണ്, അടിപൊളി കണ്ടീഷനാണ്. പെർഫോമൻസിൽ സ്നാപ്ഡ്രാഗൺ 712 ആണ്. ഈ ഒരു പ്രോസസർ നമുക്ക് ഓൾറെഡി ഒരുപാട് ഫോണുകൾ നമ്മൾ 10,000 താഴെ കണ്ടു കഴിഞ്ഞു. അപ്പോൾ ആ ഒരു റേഞ്ചിൽ നിൽക്കുന്ന ഒരു പ്രോസറാണ്, ഒരു നല്ല പ്രോസസർ തന്നെയാണ്. അത്യാവശ്യം ഗെയിമൊക്കെ കളിക്കാൻ പറ്റും, PUBG ഒക്കെ കളിക്കാൻ പറ്റുന്ന ഒരു ഫോൺ തന്നെയാണ്, ഒരു പ്രൊസസ്സർ തന്നെയാണ്. സോ അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഈ ഒരു പ്രോസസർ വരുമ്പോൾ അത്യാവശ്യം ഗെയിം കളിക്കാം. വലിയ ലാഗ് ഫ്രീ ആയിട്ട് HD-ലൊക്കെ ഇട്ട് കളിക്കാമെന്നല്ല, ഒരു ബാലൻസ്ഡ് അല്ലെങ്കിൽ മീഡിയം സെറ്റിംഗ്സിൽ അത്യാവശ്യം നന്നായിട്ട് കളിക്കാം, വലിയ പ്രശ്നമൊന്നും വരാനില്ല. അപ്പോൾ അത്യാവശ്യം PUBG കളിക്കാൻ പറ്റുന്ന ഒരു സെറ്റപ്പാണ് ഈ ഒരു പ്രോസസർ. സോ അത്യാവശ്യം നല്ലൊരു പ്രോസസറും കാര്യങ്ങളും ഉണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ ഇതിൻ്റെ റാമും സ്റ്റോറേജൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കതിനകത്ത് 8GB RAM 128GB സ്റ്റോറേജും 8GB RAM 256GB സ്റ്റോറേജും വരുന്നുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ റാം സ്റ്റോറേജ് നോക്കിയാൽ LPDDR4X റാമും UFS 2.1 സ്റ്റോറേജും കാര്യങ്ങളുമാണ്. സോ മിഡ് റേഞ്ചിൽ നമ്മൾ കണ്ടിട്ടുള്ള ഒരു സ്റ്റോറേജും റാമും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല പവർഫുൾ സെറ്റപ്പിലാണ് ഇതിൻ്റെ പെർഫോമൻസ് ഡിപ്പാർട്ട്മെൻറ്റ്. Android 10 ബേസ്ഡ് ആണ് UI. സോ ഓവറോൾ നല്ലൊരു പെർഫോമൻസ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയാം. ട്രിപ്പിൾ കാർഡ് സ്ലോട്ടും ഇതിനകത്ത് വരുന്നുണ്ട്. ഡുവൽ 4G വോൾട്ടി സംവിധാനമാണ്, 5G ഒന്നും വരുന്നില്ല. സ്നാപ്ഡ്രാഗൺ 712 ആണ്, അത് 5G സപ്പോർട്ട് ചെയ്യില്ലെന്ന് നമുക്ക് ഓൾറെഡി അറിയാം. ഇനി അടുത്തതായിട്ട് ഇതിൻ്റെ ക്യാമറ നോക്കിക്കഴിഞ്ഞാൽ 48 മെഗാപിക്സലിൻ്റെ ക്വാഡ് ക്യാമറ സെറ്റപ്പാണ്. മെയിൻ ക്യാമറ 48 മെഗാപിക്സലും 8 മെഗാപിക്സലിൻ്റെ വൈഡ് ആംഗിൾ, 2 മെഗാപിക്സലിൻ്റെ ഡെപ്ത് സെൻസർ, 2 മെഗാപിക്സലിൻ്റെ മാക്രോ ലെൻസ്. എന്ന് വെച്ചാൽ യൂഷ്വലി നമ്മൾ ഒരുപാട് ഡിവൈസുകളിൽ കണ്ടു കഴിഞ്ഞാൽ യൂഷ്വലായിട്ട് എല്ലാ ഫോണുകളിലും 10,000 രൂപയുടെ ഫോണുകളടക്കം കാണുന്ന ആ ഒരു 48 മെഗാപിക്സലിൻ്റെ ക്വാഡ് ക്യാമറ സെറ്റപ്പ് തന്നെയാണ് നമുക്കിപ്പോൾ ഇവിടെയും കിട്ടുന്നത്. ഫ്രണ്ടിലാണെങ്കിൽ 32 മെഗാപിക്സലിൻ്റെ സെൽഫിയോടൊപ്പം 8 മെഗാപിക്സലിൻ്റെ വൈഡ് ആംഗിൾ അടക്കം ഡുവൽ സെൽഫി ക്യാമറ കൊടുത്തിട്ടുണ്ട്. സെൽഫിക്കാണ് ഇമ്പോർട്ടൻറ്റ് കൂടുതൽ കൊടുത്തിരിക്കുന്നത്. എന്തായാലും ഇതാണ് ഇതിൻ്റെ ക്യാമറ സെറ്റപ്പ്. 2 സെൽഫിയിലാണെങ്കിലും റിയർ സൈഡിലാണെങ്കിലും നൈറ്റ് മോഡും കാര്യങ്ങളൊക്കെ കിട്ടും. സ്റ്റെബിലൈസേഷൻ ഫ്രണ്ടിലും ബാക്കിലും ഒക്കെ സ്റ്റെബിലൈസേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഒരു നല്ല ക്യാമറ സെറ്റപ്പാണ്. എങ്കിലും ക്യാമറ ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ടെന്ന് ചോദിച്ചാൽ അങ്ങനെയൊന്നും കണ്ടിട്ട് തോന്നുന്നില്ല. എന്തായാലും അതിൻ്റെ ക്യാമറയുടെ ക്വാളിറ്റി, ആക്ച്വൽ ക്വാളിറ്റി നമ്മൾ വെയിറ്റ് ചെയ്തിരുന്ന അതിൻ്റെ ക്യാമറ റിവ്യൂസ് ഒക്കെ കണ്ട് തന്നെ മനസ്സിലാക്കേണ്ടി വരും. എന്തായാലും ഇപ്പോഴേക്ക് ക്യാമറ സ്പെസിഫിക്കേഷൻ നോക്കുമ്പോൾ ഒരു ഓക്കെ സെറ്റപ്പ് എന്നല്ലാതെ അതിൻ്റെ അപ്പുറത്തേക്ക് വലിയൊരു സംഭവമായിട്ടൊന്നും അവിടെ കാണാനില്ല. ഇനി ഇതിൻ്റെ ബാറ്ററി നോക്കിയാൽ 4500 mAh ആണ്. 33 വാട്ട് ഫാസ്റ്റ് ചാർജിങ്ങും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ചാർജർ നമുക്ക് ബോക്സിൽ കിട്ടുന്നുണ്ട്. ബോക്സിനകത്ത് എല്ലാം ഉണ്ട്, സ്ക്രീൻ കാർഡ്, അതേപോലെ കേസ്, എല്ലാ കാര്യങ്ങളും അടങ്ങുന്നതാണ് ബോക്സ്. എന്തായാലും മൊത്തത്തിൽ ഈ ഒരു ഫോൺ കുഴപ്പമില്ലാത്തൊരു നല്ലൊരു ഫോണാണെന്ന് പറയാം. പക്ഷേ ഇതിൻ്റെ പ്രൈസിംഗ് ആണ് സർപ്രൈസിങ്. സംഗതി 8GB RAM 128GB സ്റ്റോറേജ് ആണ്, കൂടിയ റാം സ്റ്റോറേജുമാണ്. പക്ഷേ ആ ഒരു സ്റ്റോറേജിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 28,000 രൂപയോളം വരുന്നുണ്ട്. 28,000 ആണ് ഇതിൻ്റെ പ്രൈസ്. സ്റ്റാർട്ടിംഗ് പ്രൈസ് 8GB RAM ആൻഡ് 128GB സ്റ്റോറേജ് ആണ്. തൊട്ടടുത്ത വേരിയന്റ് എന്ന് പറയുന്നത് 8GB RAM ആൻഡ് 256GB സ്റ്റോറേജ് ആണ്. ഇതിൻ്റെ പ്രൈസ് ആണെങ്കിൽ 32,000 ആണ്, 32,000 രൂപയോളം വില വരുന്നുണ്ട്. എന്തായാലും ഒരു ഫുൾ ബോക്സ് ആണ് ഈ ഒരു ഫോൺ. ഇയർഫോണൊക്കെ അടക്കം മൊത്തം ഒരു ഫുൾ ബോക്സ് ആയിട്ട് ഈ ഒരു ഫോൺ ഈ പെർഫോമൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് കിട്ടുമ്പോൾ ഈ ഒരു പ്രൈസിനാണ് ഇതിൻ്റെ സെയിൽ വെച്ചിരിക്കുന്നത്. ഇത് വിവോ V19 Pro അല്ല, വിവോ V19 ആണ്. അപ്പോൾ ആ ഒരു ഫോണിൻ്റെ പ്രൈസ് നോക്കുമ്പോൾ ഇത്തിരി നന്നായിട്ട് കൂടുതലായിട്ട് തോന്നുന്നുണ്ട്. കാരണം 48 മെഗാപിക്സലിൻ്റെ ക്വാഡ് ക്യാമറയ്ക്ക് നമുക്കിപ്പോൾ 10,000 രൂപയ്ക്കടക്കം ഓൺലൈനിൽ കിട്ടുന്ന ഫോണുകളാണ്. ആ ഒരു ഫോണിനാണ് ഇവിടെ 27,000 രൂപയോളം കൊടുക്കേണ്ടി വരുന്നത്. അതേപോലെ തന്നെ സ്നാപ്ഡ്രാഗൺ 712 ഓഫ്ലൈനിൽ നമുക്ക് ഈ 27,000 രൂപ കൊടുക്കേണ്ടി വരുന്നത്. പല ഫ്ലാഗ്ഷിപ്പ് ഫോണുകളും, റിയൽമിയുടെയും റെഡ്മിയുടെ ഒക്കെ നോക്കിയാൽ റിയൽമിയുടെ ഒക്കെ ചില ഫ്ലാഗ്ഷിപ്പ് ഫോണിന് തന്നെ ഈ 27-28 ഉള്ളൂ. അങ്ങനെ നോക്കുമ്പോൾ ഓഫ്ലൈനിൽ വാങ്ങിക്കുന്നത് നല്ല, ഓഫ്ലൈനിലൊക്കെ പ്രൊഡക്റ്റുകൾ എല്ലാവർക്കും എടുക്കാം, നല്ല സേഫ്റ്റിയുടെ സമാധാനത്തോടെ നമുക്ക് നോക്കിയെടുക്കാവുന്ന ഓപ്ഷനാണ്.
പക്ഷേ പൈസയ്ക്ക് ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഓൺലൈനിൽ ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. കാരണം ഇതിനേക്കാൾ പക്ക ഫ്ലാഗ്ഷിപ്പ് ഫോണുകൾ നമുക്ക് ഈ ഓൺലൈനിൽ ഇതേ പ്രൈസിൽ കിട്ടാനുണ്ട്. അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്തിട്ട് ഇത് എടുക്കണോ വേണ്ടയോ എന്നുള്ളത് തീരുമാനിക്കും. പിന്നെ ഇതിനകത്ത് ഡുവൽ 4G വോൾട്ടി ആണ്, ഡുവൽ സിം പ്ലസ് മെമ്മറി കാർഡ്, ട്രിപ്പിൾ കാർഡ് സ്ലോട്ട് ഉണ്ട്, അതിൽ വൈഫൈ കോളിംഗ് പോലുള്ള ഫീച്ചറുകളുണ്ട്, ക്യാമറ ടു API ഉണ്ട്, വൈഡ് ബൈൻ L1 സർട്ടിഫിക്കേഷൻ ഉണ്ട്, ആമസോൺ നെറ്റ്ഫ്ലിക്സിൽ നിന്നൊക്കെ ഫുൾ HD വീഡിയോസ് സ്ട്രീം ചെയ്യാം. അങ്ങനെയുള്ള എല്ലാ ചെറുകിട കാര്യങ്ങളും വരുന്നുണ്ട്. അപ്പോൾ എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. എന്തായാലും ഓഫ്ലൈനിലേ വാങ്ങിക്കുള്ളൂ എന്നുള്ളവർക്ക് തീർച്ചയായിട്ടും ഓഫ്ലൈനിൽ ഈ ഒരു ഫോണിനെ പരിശോധിക്കാം. തീർച്ചയായിട്ടും ഒരു നല്ല തിരക്കേടില്ലാത്ത, നല്ല സ്റ്റൈലിഷായ ലുക്കിലുള്ള, നല്ല ഡിസ്പ്ലേ ഉള്ള നല്ലൊരു ഫോണാണ്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻ്റ് ആയിട്ട് ഷെയർ ചെയ്യാം. 27,000 രൂപയ്ക്ക് ഈ ഒരു ഫോൺ, പല ഫ്ലാഗ്ഷിപ്പ് ഫോണുകളും ആ ഒരു വിലയ്ക്ക് കിട്ടുമ്പോൾ ഈ ഒരു ഫോൺ 27,000 രൂപയ്ക്ക് എടുക്കുന്നത് ഓഫ്ലൈനിലാണെങ്കിൽ കൂടി നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻ്റ് ആയിട്ട് ഷെയർ ചെയ്യാം. എൻ്റെ ഒപ്പീനിയനിൽ അത്ര നല്ലൊരു പ്രൈസിങ് ആയിട്ട് തോന്നിയില്ല. കുറച്ചൊന്ന് കുറയ്ക്കാമായിരുന്നു, കുറച്ച് നല്ലോണം കുറയ്ക്കേണ്ടതുണ്ട്. എനിക്ക് അങ്ങനെ തോന്നി. ജസ്റ്റ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻ്റ് ആയിട്ട് ഷെയർ ചെയ്യാം. അപ്പോൾ അത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ഒരു ചെറിയ ടെക് അപ്ഡേറ്റ്. വിവോ V90 കുറിച്ചാണ് പറഞ്ഞത്. ഫോണിനെ കുറിച്ചുള്ള അഭിപ്രായം, വീഡിയോ കുറിച്ചുള്ള അഭിപ്രായം തീർച്ചയായിട്ടും കമൻ്റ് ആയിട്ട് ഷെയർ ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യാം. വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം. ബൈ.